അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ കോപം, വെറുപ്പ്, ദേഷ്യം ഒരാൾ സമ്പാദിച്ചാൽ തീർച്ചയായും അവൻ ദുനിയാവിലും ആഖിറത്തിലും പരാജയപ്പെടും. റബ്ബിൻ്റെ സ്നേഹം, ഇഷ്ടം നേടിയെടുക്കാനാണ് നാം പരിശ്രമിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെ വെറുത്താൽ ജിബ്രീലിനോട് അള്ളാഹു വിളിച്ചു പറയും, ഒരാളെ എനിക്ക് ദേഷ്യമാണ്, വെറുപ്പാണ്, അതിനാൽ മലക്കുകളും അവനെ വെറുക്കാൻ അള്ളാഹു പറയും. അങ്ങനെ എല്ലാവരും അവനെ വെറുക്കും. അള്ളാഹു മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞ ഈ കാര്യം നമ്മൾ ഗൗരവമായി എടുക്കണം. അള്ളാഹു മൂസാ നബിയോട് പറഞ്ഞു, ഞാൻ ഒരാളെ വെറുത്താൽ 2 ലക്ഷണങ്ങൾ അവനിലുണ്ടാകും. അതായത് അള്ളാഹു വെറുത്തവർക്കും ഈ 2 ലക്ഷണങ്ങൾ ഉണ്ടാകും. ഏതാണ് ആ ലക്ഷണങ്ങൾ? 1. എൻ്റെ സ്മരണ ഞാൻ അവനെ തൊട്ട് മറപ്പിച്ച് കളയും. അങ്ങനെ അവൻ അള്ളാഹുവിനെ സ്മരിക്കില്ല, ദിക്ർ ചൊല്ലില്ല, അള്ളാഹുവിനെ ഓർക്കില്ല. അള്ളാഹുവിനെ ദിക്ർ ചൊല്ലാതെ നടക്കുന്നവർ എല്ലാം റബ്ബ് വെറുത്തവരാണ്. 2. അവൻ്റെയും അവൻ്റെ ശരീരത്തിൻ്റെ ഇടയിൽ ഞാൻ തെറ്റ് ചെയ്യാനുള്ള അവസരം, ചാൻസ് ഇട്ട് കൊടുക്കും. അങ്ങനെ അവൻ തെറ്റിൽ മുഴുകും, റബ്ബിൻ്റെ കോപത്തിന് വിധേയനാകുകയും ചെയ്യും. അപ്പോൾ തെറ്റിൽ മുഴുകി ജീവിക്കുന്നവർ റബ്ബിൻ്റെ കോപത്തിന്, വെറുപ്പിന് വിധേയരായവരാണ്. അവസാനമായി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹു ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ, നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നവരെയാണ് അള്ളാഹുവിന് ഏറ്റവും ദേഷ്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.